പപ്പ നാട്ടിൽ വന്ന തനുട്ടൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ആഗ്രഹങ്ങളിൽ ഒന്നാണ് കേട്ടോ മീൻ പിടിക്കാൻ പോകണമെന്നുള്ളത്. പിന്നെ നമുക്ക് നല്ല കട്ടയ്ക്കുള്ള കുറച്ച് അനിയന്മാരുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അവൻ്റെ ആഗ്രഹം സാധിക്കാനായിട്ട് മീൻ പിടിക്കാൻ പോവാം. നല്ല പടത്തു കൂടിയാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടോയെന്ന് ഞാൻ അപ്പം തന്നെ കാണട്ടോ. പിള്ളേരൊക്കെ മീൻ പിടിക്കാൻ വരാറുണ്ട്, എല്ലാവർക്കും ഇതൊക്കെ ഒരു ഹോബിയാണ്. അപ്പം ഞങ്ങൾ നല്ല പാടത്തു കൂടെയുള്ള വഴിയിലൂടെയൊക്കെ നടന്ന് മീൻ പിടിക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ പാടത്തും പരമ്പത്തു കൂടെയൊക്കെ നടക്കുമ്പോൾ ഞാൻ പണ്ടത്തെ കുട്ടിക്കാലമൊക്കെ ആലോചിച്ചു കേട്ടോ. പണ്ട് അമ്മൂമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഉണ്ട് ഇങ്ങനത്തെയൊക്കെ ഭാഗങ്ങൾ. ഞങ്ങളിത് ഇങ്ങനെ തോടും ആ വരമ്പത്തു കൂടി ഓടി കളിക്കുന്നതും പിന്നെ അമ്മമാരായാലും മാറിയിട്ടുണ്ടാവില്ല തോർത്ത്. ഞങ്ങൾ ഏതാ നല്ലതാണോ ചീത്ത തുണിയൊന്നും അറിയില്ല, ഞങ്ങൾ കിട്ടുന്നിടത്ത് ഓടും, എന്നിട്ട് അരിച്ച് മീൻ പിടിക്കുന്നതും തിരിച്ചു വരുമ്പോൾ നല്ല അടി കിട്ടുന്നതും അങ്ങനെ സുഖകരമായിട്ടുള്ള കുറേ ഓർമ്മകളൊക്കെ മനസ്സിലോടി വന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഭാവിക്കുള്ള കുറച്ച് ഫുഡൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ആൾ കഴിക്കില്ലെങ്കിൽ ഞാൻ കരുതും. സ്കൂളിൽ പഠിക്കാനുള്ള ബുക്ക് തന്നെ ചോദിച്ചു എൻ്റെ മോൻ കാര്യം. ആ നേരം കൊണ്ട് ഇപ്പോൾ ചൂണ്ടിടുമ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരുന്ന എന്തൊരു ആവേശത്തോടു കൂടിയാ. മറ്റേ മണിച്ചിത്രത്താഴിലെ ഗംഗേനെ ഓർമ്മ വന്നു കേട്ടോ. ഇതാണ് വെയിറ്റ്, ഇതാണ് ഫ്രോഗ്. ഇത് ഷിമാനോന്റെ ഒരു ഷിമാനല്ല, വേറെ ഏതൊരു ബ്രാൻഡിന്റെ ഫ്രോഗ്. ഇത് പണ്ട് മേടിച്ചതാണ്. ഇത് ഇന്ന് മേടിച്ച പുഴുവോ പിന്നെ ഇതൊന്നും മേടിച്ച അച്ഛനും മോനും കൂടെ കാസ്റ്റ് ചെയ്തൊന്ന് മീനെ പിടിക്കും, ആ മീൻ വെച്ച് കറി വെക്കും എന്നുള്ള വാശിയിലാണ് കേട്ടോ കൈസ്. അപ്പം രണ്ടാളത് എന്തൊക്കെയോ മീനിന് ഇരയൊക്കെ കോർത്തിട്ട് ആ ഒരു എന്തൊക്കെയോ സാധനം വാങ്ങില്ല അതൊക്കെ കോർത്ത് അവരിടുന്നുണ്ട്. അപ്പോഴാണ് യുവമിഥുനങ്ങളായ ശരത്തും ശ്രുതി എത്തിയിട്ട് അവരവരുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വിരുന്ന് പോയി വരിക. അപ്പം ഞങ്ങളിവിടെ ഉണ്ട് മീൻ പിടിക്കേണ്ടതാണ്. അപ്പോൾ കേട്ട മതി കേൾക്കാത്ത മതി ഇങ്ങോട്ട് ഓടി വന്നു. പണ്ട് വനക്കല്ലേ മുൻകാലിയുള്ള ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ എന്നാലും വന്നുട്ടോ വിളിച്ചപ്പോൾ ഓടിയിട്ട്. അനിയനായോണ്ട് ഞാൻ പുകഴ്ത്തി പറയല്ല കേട്ടോ. ഇവ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. തേങ്ങയൊക്കെ അതാ പോടി കാസ്റ്റ് ചെയ്യാൻ നിൽക്ക്, നല്ലപോലെ കാസ്റ്റ് ചെയ്യാന്ന് എൻ്റെ മോൻ്റെ ചൂണ്ട വാങ്ങിയാണ്. ഞാൻ ഇട്ടരടെ അങ്ങനെയല്ല നിങ്ങളൊരു ഒരൊറ്റ കയറ് ഇതേ പോയിട്ട് ആ പൊന്തക്കാട്ട് കുടുങ്ങിയിട്ട് അത് പൊട്ടാതെ എടുക്കാനുള്ള തന്ത്രപ്പാടിലൊക്കെ ഏതൊരാളെ പറമ്പാണ്. ആ പറമ്പിലുള്ള തേങ്ങയും മട്ടലൊക്കെ എടുത്ത് തീർന്നിട്ട് കിട്ടിയില്ല. അവസാനം അണിയെ നീക്കി ഞാൻ ഇപ്പം ശരിയാക്കി തരാനായിട്ട് പൊന്തക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി ഗൈസ് ചൂണ്ടാവൻ ഫസ്റ്റ് എടുക്കാനുള്ള വാശിയില്ലേ. ഇവിടെ ഉറുമ്പ് പുളിയറുമ്പാനെ സമ്മതിച്ചില്ല കേട്ടോ. കടിയോട് കടി തലയിലും കഴുത്തിലും ഡ്രസ്സിലൊക്കെ. അവസാനമാണ് ജീവനും കൊണ്ട് ചാടേണ്ട അവസ്ഥ. ഒരു അരമണിക്കൂറോളം അതിന്റെ പുറകിൽ ഞങ്ങൾ നിന്നിട്ടുണ്ട്. അവസാനം വെറുതെ നോക്കിയിരുന്നായിട്ട് എന്തോടത്ത് വലിച്ചപ്പോ കൊക്ക കിട്ടിയിട്ടോ. അത് കണ്ടിട്ട് ഞങ്ങളെല്ലാരും കൂടി ചിരിക്കുക. ഈ പറമ്പിൽ ഇനി മട്ടലും തേങ്ങയൊന്നും ഇല്ലാണ്ട് അടുത്ത പറമ്പ് പോയിട്ട് ഇവ ചൂണ്ടക്കൊക്കെ എടുക്കുന്നുള്ള വാശിയിൽ എടുത്ത് വന്നപ്പോഴത്തേക്കും ചൂണ്ടക്കൊക്കെ ഞങ്ങളെ കയ്യിൽ കിട്ടിയിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നേരെ സന്ധ്യ ആവാറായിട്ടോ. എന്നിട്ടും എൻ്റെ ഏട്ടൻ പിന്മാറുന്നില്ല. ഞാനൊന്നൊരു മീനെ പിടിക്കും എന്നുള്ള വാശിയിൽ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇതാണ് മറ്റൊരനിയെ. ഇവനെ പരിചയപ്പെടുത്താൻ മറന്നു കേട്ടോ, ജിത്തുമോൻ. ജിത്തുവിനെ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ. അവരുടെ ബാങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരികയാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എതിര് പറഞ്ഞില്ല കേട്ടോ. വേഗം ഓടി വന്നു. അവന് ഇഷ്ടം, അവന് വല വീശാനൊക്കെ അറിയാം കേട്ടോ. വീശാന്ന് ഉദ്ദേശിച്ച വലയാണ്. അപ്പോൾ അവൻ അതിനുള്ള ചെമ്മീൻ പിടിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് തേങ്ങാ പിണ്ണാക്കും അതുപോലെ കുറച്ച് കപ്പയൊക്കെ കൂടി കൂട്ടി കുഴച്ചിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഇത്. എന്നിട്ട് ഉരുളകളാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളത്തിൻ്റെ നടുവിലേക്ക് കയറിയും. എന്നിട്ട് അത് മനസ്സിലാൻ വേണ്ടിയിട്ട് എന്തോ വടിയൊക്കെ കുത്തിക്കും. എന്നിട്ട് സന്ധ്യ ആകുമ്പോൾ അവിടെ പോയിട്ട് വല വീശുമ്പോൾ കുറേ ചെമ്മീൻ കിട്ടും എന്നാണ് ഇവൻ പറയുന്നത്. ഇവനങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. തള്ളല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏകദേശം മാറിയിട്ട് നമ്മള്. അപ്പൊ ഇതിട്ട് ഏകദേശം ആ ഭാഗത്തായിട്ട് ഇതാ പിന്നാക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നോക്കാം. ഇപ്പൊ അതാ വേറെ അങ്ങോട്ടേക്ക് കയറിയിട്ട് ഈ ഭാഗത്താ കള്ള എന്തോ തിന്നുണ്ട്. എന്താണ് തിന്നുന്നത് ഗൈസ്? അപ്പൊ ഞങ്ങൾ വലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച തോന്നുന്ന മാതിരി ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് അക്കരയ്ക്ക് പോകാറുണ്ട്. ചളി കൂടെ ഞങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കട്ടെ ഗൈസ്. ഭയങ്കര ചളിയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇവൻ വല വീശാനുള്ള സ്ഥലം എവിടെയാണെന്നാണ് പറഞ്ഞത്. അവൻ വല വീശി മീനായിട്ട് വരുന്നത് ഞാൻ നോക്കിയിരിക്കുകയാണ്, കയ്യിലൊരു ബക്കറ്റും പിടിച്ചിട്ടോ. അനിയൻ ഇനിയനോട് ഞങ്ങൾ പറഞ്ഞ ചെരുപ്പിട. അവൻ മാത്രം ഇട്ടില്ല, ഞങ്ങളൊക്കെ ഇട്ടിട്ടോ. പിന്നെ അവനത് പ്രകൃതിയിൽ തന്നെ നല്ലൊരു കറുത്ത ഷൂ ഇരിക്കുന്നു. അവൻ അതുകൊണ്ട് ഹാപ്പി. ഞങ്ങളൊക്കെ വൃത്തിയിലുണ്ട്. ഞങ്ങൾ ചെമ്മീൻ റോസ്റ്റ് ആ കമ്മനോട് ഉള്ളിയൊക്കെ അരിഞ്ഞേക്ക. പപ്പ ചെമ്പല്ലി എനിക്ക് 2 കിലോ ഏട്ടയ്യൊന്ന് കൈ കടയൊന്ന് ഏട്ടന് വാശിയാക്കി പിടിക്കണം. അങ്ങനത്തെ ഒരു മനുഷ്യനത്. അതെ ജിതേഷ്, അതാണ് ജിതേഷ്. ഗൈസ് ഇപ്പം വലിയ വീശലാരനാന്നൊക്കെ കേട്ടെ ഞങ്ങൾ വന്ന് നോക്കിയതാണ്. വലയൊക്കെ ഇതാ റെഡിയാക്കി ഉണ്ട് ബ്രോ. ഇതൊക്കെ നമ്മുടെ അനിയൻസ് ആണ് കേട്ടോ.
പപ്പ അതാ മറ്റേ സാധനത്ത് വന്നത് അതോട് അമ്പ അവിടെ എത്തി. വാവ്, ഇവിടെ സൺസെറ്റിനുള്ള സമയമായിരിക്കണോ? നിക്ക് വെള്ളം എടുക്കാൻ പോയത് എപ്പ തരും? മമ്മിക്ക് തരുവാ? തരില്ല. അങ്ങനെ ജിത്തുമോൻ്റെ വലവീശലിൽ കഷ്ടപ്പാടിന് ഒടുവിലായിട്ട് ഞങ്ങൾക്കൊരു പെടമാന്ത കുട്ടീനെ കിട്ടിയിട്ടോ. ചെറുതാണ്, കുറച്ചേരം ജീവൻ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ചത്തുപോയി വെള്ളത്തിലിടായിരിച്ചപ്പോഴും. അപ്പോൾ അനിയ അവന് ജീവൻ വെപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷേ അത്ര ജീവനില്ലായിരുന്നേ. പിന്നെ അനിയ അവൻ്റെ വീക്ഷണത്തിൽ പറഞ്ഞ മീനുകളൊക്കെ ഇക്കരന്ന് പിന്നെ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അതാ മീൻ കിട്ടാത്തത്. പാവം, അവൻ കുഴച്ചുകൊണ്ടുവന്ന തേങ്ങാ പിണ്ണാക്കും കപ്പയൊക്കെ വേസ്റ്റായിന്ന് മിച്ചം. കുറേ നോക്കിയിട്ടോ, ആരും വന്നില്ല. എന്താ അറിയില്ല, പാവം എന്നും കിട്ടാറുള്ള അവനൊന്ന് ഞങ്ങളെല്ലാവരും വിട്ട് വന്നപ്പോൾ ഒരു മീനും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് നേരെ കടപ്പുറത്തേക്ക് വിട്ടു. രാത്രി ആയിട്ടുണ്ടായ സമയം. അങ്ങനെ കടപ്പുറത്തെത്തി വീതപ്പോൾ കുറച്ച് ഞണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ. പുഴയിലാണ് അങ്ങനെ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ നിൽക്കായിരുന്നു. അപ്പോഴാണ് അവൻ പറഞ്ഞത് ചേച്ചി ഞണ്ടുണ്ട്, നമുക്ക് ഞണ്ടിനെ ഓടി പിടിക്കാന്ന്. അപ്പതേ പണ്ട് ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഓടിയിട്ട് ഞണ്ടിനെ അടിച്ച് പിടിക്കാറുണ്ട്. അത് നല്ല രസമാട്ടോ. അങ്ങനെ പിന്നെ ഞണ്ടിനെ പിടിക്കാനുള്ള ഓട്ടത്തിലായി എല്ലാവരും കൂടെ. പക്ഷേ ഇവൻ പുലിയാണ് കേട്ടോ. എൻ്റെ അനിയനായോണ്ട് പറയല്ലോ കേട്ടോ. ഇവൻ നമ്മൾ പുലിമടയിൽ ചെന്ന് ആക്രമിക്കുന്ന പറഞ്ഞാൽ ഞണ്ടിൻ്റെ മാളം നോക്കിയിട്ട് ആ മാളത്തിൽ ഞണ്ടുണ്ടോന്ന് ഇപ്പോൾ സ്വയം മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് കാണാൻ ഞണ്ടിനെ കൂളായിട്ട് എടുക്കണം. ഇവനെ കടിക്കണമൊന്നുമില്ല, അതാണ് അത്ഭുതം. എന്തായാലും മാളത്തെ കൈയിട്ട് ഞണ്ടിനെ പിടിക്കുന്ന കണ്ടിട്ട് ഇവനും പിടിക്കണമെന്ന്. ഇവനറിയും അത് കടിക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവസാനം ഞണ്ടിൻ്റെ ഇറക്കക്കാലൊക്കെ പൊട്ടിച്ച് ഏകദേശം ഇപ്പോൾ ചത്തമോരിയായിന്. അത് കൊടുത്തപ്പോൾ അതിനെ തൂക്കി പിടിച്ച് നടക്കുകയാണ് കേട്ടോ ആള്. പിന്നെ കടലിലൊന്ന് കാലൊക്കെ നനച്ച് ഞങ്ങൾ കടലമ്മയോട് യാത്ര പറഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക്. സമയം 9-9:30 ആയേ. ഏതാണ്ട് 4:30-5 മണിക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയ സമയം. ഇത്രയില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള വിശപ്പൊക്കെ ഞങ്ങൾക്ക് നല്ല തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ കെട്ടുങ്ങൽ ബീച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു പിള്ളേർ അടുത്തുള്ള ചെറിയൊരു തട്ടുകട ഞങ്ങൾ സ്പോട്ട് ചെയ്തേ. അവിടെ കയറി ഇപ്പം നല്ല അടിപൊളി ചായ, നല്ല ചൂട് ബ്രെഡ് ഓംലേറ്റ് കിട്ടാം. അത് കഴിച്ചപ്പോൾ നല്ലൊരാശ്വാസം. സത്യം പറഞ്ഞാൽ നന്നായി വിശന്നിരിക്കും, എന്ത് കിട്ടിയാലും ഭയങ്കര രുചിയല്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ഓരോ ഉണ്ടായ തമാശകളും കാര്യങ്ങളും പിന്നെ ചെറുപ്പകാലത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചിരിച്ച് കുറേ ഇതൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ തള്ളി മറിച്ചിരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. എന്തായാലും ഇന്നത്തെ ദിവസം എത്ര ഭംഗിയാക്കി തന്ന എൻ്റെ അനിയന്മാർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഇപ്പം അറിയാലോ എല്ലാവരും പിള്ളേരൊക്കെ തിരക്കും, ഫ്രണ്ട്സും ഫോണും ഇങ്ങനെയൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയം. എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഓടി വന്നില്ലേ. ഇത്രയും കട്ടക്കി നിൽക്കുന്ന അനിയന്മാരുണ്ടെങ്കിൽ എന്ത് സന്തോഷമല്ലേ. എന്തായാലും അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം പിള്ളേർക്ക് വിഷുവൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പടക്കങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി പൊട്ടിക്കണ തിരക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം ഇവരൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അമ്പാടി കണ്ടോ? ഇങ്ങോട്ട് വായോ. എവിടെയോ ഓലയിലൊക്കെ തട്ടുണ്ടാ.